നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തണ്ണിമത്തനിലും മായം എളുപ്പത്തിൽ കണ്ടെത്താം. ചൂട് കാലത്ത് ഏറ്റവും ആശ്വാസം നൽകുന്ന പഴങ്ങളിൽ ഒന്നാണ് തണ്ണിമത്തൻ. മായം കലരാത്ത നല്ല തണ്ണിമത്തൻ എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. നിറവും മധുരവും വർദ്ധിപ്പിക്കാനായി തണ്ണിമത്തനിൽ ചില രാസവസ്തുക്കൾ കുത്തിവയ്ക്കുന്നതായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പുറമേ സാധാരണ തണ്ണിമത്തൻ പോലെ തോന്നുമെങ്കിലും കഴിക്കുന്നവർക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. റെഡ് ബി അഥവാ എറിത്രോസിൻ എന്നറിയപ്പെടുന്ന ചുവന്ന നിറമുള്ള വസ്തുവാണ് തണ്ണിമത്തൻ്റെ നിറം കൂട്ടാനായി കുത്തിവയ്ക്കുന്നത്. തണ്ണിമത്തൻ രണ്ടായി മുറിച്ച ശേഷം ചുവന്ന ഭാഗത്ത് ഒരു കഷ്ണം പഞ്ഞി കൊണ്ട് ഒപ്പുക. പഞ്ഞിയുടെ നിറം മാറുന്നില്ലെങ്കിൽ നല്ല തണ്ണിമത്തനാണ് എന്നുറപ്പിക്കാം. പഞ്ഞിയുടെ നിറം ചുവപ്പായി മാറുകയാണെങ്കിൽ മായം കലർന്നിട്ടുണ്ടെന്ന് വ്യക്തമാണ്. തണ്ണിമത്തൻ വാങ്ങുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാം. അങ്ങിങ്ങായി മുഴകളോ പാടുകളോ ഇല്ലാത്ത തണ്ണിമത്തൻ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ല ഭാരമുള്ള തണ്ണിമത്തൻ തിരഞ്ഞെടുക്കുക. പുറമേയുള്ള തൊലിയിൽ തട്ടി നോക്കിയാൽ ആഴത്തിലുള്ള ഹോളോ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. തണ്ണിമത്തൻ്റെ പുറം തൊലിയിൽ ഒരു ഭാഗം ക്രീം, മഞ്ഞ, ഇളം ഓറഞ്ച് നിറത്തിലുള്ളതാണെങ്കിൽ തണ്ണിമത്തൻ പാകത്തിന് പഴുത്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കാം. വെളുപ്പോ പച്ച കുത്തുകളോ ആണുള്ളതെങ്കിൽ പഴുക്കും മുൻപേ പറിച്ചതാണെന്ന് വ്യക്തമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് തണ്ണിമത്തൻ മായം കലർന്നതാണോ എന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ട് തണ്ണിമത്തൻ കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. ഇതേപോലെയുള്ള വീഡിയോസ് തുടർന്നും ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.